കേട്ടു. ഇനിയും ഒരു കല്യാണ പാട്ടായാലോ? ലെറ്റ്സ് വെൽക്കം ഫാത്തിമ ഷഹനി. ഷഹനിത്ത നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാൻ ആരാരും മനസ്സിൽ നിന്നൊരു. ഓക്കെ, നല്ല പാട്ടാണ്, നന്നായിട്ട് തന്നെ പാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷഹനി, ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അല്ലേ? ഇത്ര കാലമായി എന്നറിയ പാട്ട് ഇൻഡസ്ട്രിയിൽ ഇത്ര കാലമായിട്ടുണ്ടാവും. അതിനെപ്പറ്റി വല്ലതും മനസ്സിലാക്കിയോ? ഒന്നുമില്ല അല്ലേ? അടുത്ത് കേട്ട ഒരു പാട്ടിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് അല്ലേ? അത് നിങ്ങൾക്ക് അതേ കിട്ടുന്നുള്ളൂ എന്നുള്ളത്. ഇത് വളരെ പഴക്കമുള്ള ഒരുപാട് ആളുകൾ പാടി വേദികളിൽ ഞാനും പാടിയിരുന്നു കുട്ടിക്കാലത്ത്. സ എന്താണെന്നും രീ എന്താണെന്നും ഗ എന്താണെന്നും അറിയാത്തൊരു പ്രായത്തിലാണ് സസസാരിരിയൊക്കെ പാടിയിരുന്നത്. ഇനി ആ പാട്ട് കഴിയട്ടെ, ബാക്കിയൊക്കെ അപ്പോൾ പറയാം കേട്ടോ. ഞാൻ ആ പാട്ടിൻ്റെ ഒരു ഘടനയാണ് പറഞ്ഞത് കേട്ടോ. പാട്ട് അങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്വഭാവം. അതെന്താണെന്നൊക്കെ നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം പറഞ്ഞുതരാം. നന്നായി പാടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ്ക. അപ്പോ ഇത്താത്ത തകർക്കും. ആടുംബരങ്ങൾ
ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കുട്ടിക്കുപ്പായം സീസൺ 5 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മറഡോണ പവർഡ് ബൈ ആധാർ ഗോൾഡിൽ നമുക്കെടുക്കാം ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് ഷോ കുട്ടിക്കുപ്പായം സീസൺ 5. ഷഹനിത പൊളിച്ചടക്കി, നന്നായിട്ട് പാടി. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു സ്റ്റേജിൽ. എല്ലാവരും ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഫിറോസ്ക്കോട് ചോദിച്ചു നോക്കാം. ഫിറോസ്ക്ക, ഷഹിനി വിളിച്ചു കിട്ടാനുള്ളൊരു പ്രയാസം. വീട്ടിലെന്താ വിളിക്കുക? റഷ. അത് ശരി, എത്ര എളുപ്പമുണ്ട്. ഫിറോസ്ക്ക ഒരു ചേർച്ചയില്ലാത്ത പേര് ശശിന്ന് വിളിക്കണ പോലെ എന്തൊരു എളുപ്പമുണ്ട് ഞങ്ങൾക്ക് റഷാന്ന് വിളിക്കാൻ. കംപ്ലീറ്റ് മൂഡ് ഓഫ് ആയോ ശശി? റഷ. അപ്പോൾ നമുക്ക് ഷൈനിന്ന് തന്നെ വിളിക്കാം അല്ലേ? ഷഹിനി മോള് നന്നായിട്ട് പാടി. ഈ പാട്ടിൽ നന്നായിട്ട് പാടുക എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നുമില്ല. ഒരു എലമെൻറ്റുകൾ നമുക്ക് ഈ പാട്ടിൽ പ്രത്യേകിച്ചെടുക്കാനില്ല. അത് എനിക്ക് വേണമെങ്കിൽ കുറച്ച് ആധികാരികമായിട്ട് തന്നെ പറയാമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇത് കേട്ട് കഴിയുമ്പോഴാണ് ചിലർ ഇതിൻ്റെ ഈ വിവരങ്ങളൊക്കെ, ഇത് നമ്മൾ ഇതിൽ പറയുന്ന സ്വരങ്ങളില്ലേ മോളെ, ഈ പാട്ടിനെക്കുറിച്ചൊരു അറിവ് നിങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടോയെന്നറിയില്ല. ഇതിൽ പറയുന്ന സ്വരങ്ങളെ നമുക്ക് വായ്ത്താരികളെന്ന് വിളിക്കാം, അല്ലാതെ അത് സ്വരവും സ്ഥാനവും ഒന്നുമല്ല. സസസ രിരി ഗഗ മമ്മമ്മ എന്നൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് പറയാൻ പറ്റുമോ? കർണാട്ടിക് അറിയുന്നവരുടെ ഹിന്ദുസ്ഥാനി അറിയുന്നവരുടെ മുമ്പിൽ നമ്മളിത് പാടിക്കൊടുത്താനുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അവരത് മാപ്പിളപ്പാട്ടിൽ അന്നേ പറയുന്നത് വായ്ത്താരികൾ എന്ന് പറയില്ലേ, കോൽക്കളിയിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ എടുക്കാൻ കഴിയും. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് മാപ്പിളപ്പാട്ടിൽ, പ്രാദേശിക പാട്ടുകൾ, പ്രാദേശികമായിട്ട് പിറന്ന പാട്ടുകൾ. ഇത് ഞാൻ കുട്ടിക്കാലത്ത് പാടിയത്, ഞാനും ഫൗസിയും കൂടാണിത് പല സ്ഥലത്തും പാടിയിട്ടുള്ളത്. NP ഫൗസിയ, കോഴിക്കോട്ടുകാരിയാണ്, ഉമ്മർക്കയുടെ കൂടെ. അപ്പോൾ അന്ന് ഇതിലെ കുറേ തമാശകളൊക്കെ ഉണ്ട് ഈ പാട്ടിലെ. അത് പറഞ്ഞപ്പോൾ ഒരു എപ്പിസോഡ് വേണ്ടി വരും, അത്രയും പറയുന്നില്ല. കുറേ തമാശകളുണ്ട്. മോള് ഇതിൽ ഈ പാട്ടിൽ ഇപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾ പാടുന്നതിലെ ഒരു തെറ്റ് ഇതോടെ തിരുത്തപ്പെടണം. ഹന്നാനെ അല്ല, എന്താണെന്നറിയോ? ഇന്നാണേ. അതെങ്ങനെയാണ് ഈ ഹന്നാനെ ആയതെന്ന്? അതായത് സാരസംകൃത പമകരി മേളം, സാന്ദ്രമധുരിതമായൊരു മേളം. ഇന്നാണേ, ഹോയ് 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 ഇന്നാണേ. എന്ത് ഇന്നാണേ? എങ്ങുമെ ഭംഗിയിൽ മുങ്ങി വിളങ്ങി മയങ്ങി മരുങ്ങി അരങ്ങിലൊരുങ്ങിയ മംഗലപ്പന്തൽ. ആ കല്യാണം ഇന്നാണേ എന്നാണ് പറയുന്നത്. എല്ലാ കുട്ടികളും പാടും ഹന്നാനെ എന്ന്. അതെന്താ പ്രാർത്ഥിക്കേ അല്ലേ? എനിക്കെന്താ മനസ്സിലായില്ല. അത് നമ്മൾ ഉടയോനെ എന്തൊക്കെ പറഞ്ഞു, എന്താണിപ്പാ എനിക്കതിൻ്റെ ഒരു പൊരുൾ മനസ്സിലായിട്ടില്ല. കുട്ടികളൊക്കെ പാടലേ ഹന്നാനെ എന്നാണ്. ഇന്നാണേ ഹോയ് 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 ഇന്നാണേ, എങ്ങുമ ഭംഗിയിൽ മുങ്ങി വിളങ്ങി വരങ്ങനെ മംഗല പന്തൽ ആരാലും മനസ്സിൽ. ഇതാണ് കേട്ടോ. അപ്പം ഇനി ഇന്നാണേ എന്ന് പാടണം. അപ്പം അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ പാടുന്ന സമയത്ത് കാണിച്ചിരുന്ന ട്രിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തബല വായിക്കുന്നതുകൊണ്ട് ഗഗ എന്ന് പറയുമ്പോൾ തബലിസ്റ്റിനോട് ഞാൻ ഇങ്ങനെ മുഖം കൊണ്ടൊക്കെ കാണിച്ചിട്ട് മാമ മാമ പാപ്പ പാപ്പ ദാദ ദാദ നീ നീ ഇതൊക്കെ രസങ്ങളാണ് അന്നത്തെ. അത്രയേ ഉള്ളൂ, വേറെ സംഗതി ഒന്നുമില്ല. അത് ഓഫ് ബീറ്റിൽ പാടും, അപ്പോൾ തബലിസ്റ്റ് ബീറ്റിലടിക്കും. അന്നത്തെ സ്റ്റേജിലെ മേളമാണ് ഇപ്പോൾ അത്. ഇന്നത്തെ പിന്നെ ഒരു യുവ ബാൻഡൊക്കെ നടത്തുന്ന ഒരു പരിപാടിയുടെ മേളമാണ് അന്ന് ഈ പാട്ടൊക്കെ സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. മനസ്സിലായോ മോൾക്ക്? എൻ്റെ കുട്ടിക്കാലമാണ് പറഞ്ഞത്. അപ്പോൾ ഉമ്മർക്കയുടെ കൂടെ ഈ പാട്ടൊക്കെ ഫൗസിയും ഞാനും ചേർന്ന് പാടിയ കാലം ഒന്ന് ഓർത്ത് പറഞ്ഞതാണ്. അത്ര ഈ പാട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇതൊരു ഓളം ഉണ്ടാക്കുന്ന പാട്ട്. ബാക്കി ഞാൻ വലിയൊരു തിരുത്താണ് മോൾക്ക് നടത്തി തന്നത്. അത് മോളിലൂടെ പ്രേക്ഷകരൊന്ന് അറിയട്ടെ, പാടുന്ന കുട്ടികളും അറിയട്ടെ കേട്ടോ. ഹന്നാനി എന്നൊരു വാക്ക് അതിലില്ല. അപ്പം അത് എവിടുന്നോ കയറി വന്നതാണ്. ചിലപ്പോൾ ആദ്യം എഴുതിയെടുത്ത ആൾക്ക് അത് കിട്ടാത്തത് കൊണ്ട് ആ ആളെ തുടർന്ന് മറ്റവരൊക്കെ പഠിച്ചതായിരിക്കാം. റൈറ്റ്? മനസ്സിലായില്ലേ? നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അനുസരണം എത്തിയപ്പോൾ മോള് തളർന്നു പോയി. തളർന്നില്ലേ? അനുസരണം എത്തിയപ്പോഴേക്ക് പാടി തളർന്നു. അതാണ്, വായിച്ചും തളർന്നു എല്ലാവരും. തബലക്കാരൊക്കെ തളർന്നു എന്ന് അവരെ മുഖത്തേക്കൊന്ന് നോക്കിയ മോള് നോക്ക്. തബലക്കാരൊക്കെ ശരിക്കും തളർന്നു അല്ലേ? അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫിറോസ് കാ. ഗഫൂർ കാ. ഷഹനി, ഈ പാട്ട് പഠിക്കാൻ എത്ര ദിവസം എടുത്തു? ആദ്യം ഈ പാട്ട് അറിയാം. ആദ്യം കേട്ട് പഠിച്ചു അല്ലേ? എൻ്റെ പദക്കസരത്ത് കളിച്ചിരിക്കും, നാക്ക് പഴിച്ചു പോയപ്പോഴും. വല്ലാത്തൊരു സംഭവമാണ്. ഇത് എഴുതിയ ആളാരെന്നറിയോ? പാട്ട് എഴുതിയ ആളറിയോ? ടി കെ കുട്ടിയാലി എന്ന് പറയും. കണ്ണൂർ സിറ്റിയിൽ ഉണ്ടായിരുന്ന, ഇപ്പം മരിച്ചു, ടി കെ കുട്ടിയാലിക്കാണ് പാട്ട് എഴുതിയത്.
അവരുടെ വളരെ പ്രശസ്തമായ ഒരു പാട്ട് നമ്മളെല്ലാവരും പാടിയെടുക്കുന്ന പാട്ടാണ് മൂസക്കാട് മനസ്സിന്റെ ഉള്ളിൽ നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി എന്ന പാട്ട്. കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ പാട്ട് കുട്ടിയാലൊക്കെ എഴുതിയാണ്. അതുപോലെ കുറേ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരു നല്ല ഇതൊക്കെ നമ്മൾ പാടാൻ എത്ര സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് എഴുതാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നു. ഓക്കെ, ഈ പാട്ട് ഇന്ന് റെക്കോർഡ്സിൽ പാടിയത് നേരത്തെ ഫിറോസ് മാഷ് പറഞ്ഞ ഫൗസിയാണ്, NP ഫൗസിയ. ഇപ്പം ബാംഗ്ലൂരാണ്, കോഴിക്കോട്ടുകാരിയാണ്. പിന്നെ പഴയ ഫിറോസ് ഭായിൻ്റെ കൂടെയും MP മുറൂട്ടിക്കാരുടെ കൂടെയൊക്കെ പാടിയിട്ടുള്ള ഫൗസിയാണ് ഇത് റെക്കോർഡിൽ ഒറിജിനലായിട്ട് പാടിയിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ ചില റിയാലിറ്റി ഷോയിൽ ചില കുട്ടികളൊക്കെ അത് എടുത്ത് പാടിയപ്പോൾ അതിനെ കോപ്പി ചെയ്ത് ഇപ്പം പിന്നെ ഇന്നാണ് എന്നുള്ളതൊക്കെ ഹന്നാനൊക്കെ പാടി ഇങ്ങനെ ഇനിയും നിങ്ങളെ കോപ്പി അടിച്ച് അത് മറ്റൊരു രൂപത്തിലേക്ക് ഇനി മാറിക്കൂടായികയില്ല. ഏതായാലും നമുക്ക് മോള് നല്ല അടിപൊളിയായിട്ടത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. നല്ലൊരു കല്യാണ മേളം നമുക്കിവിടെ അതിന്റെ ഫീൽ ചെയ്തു. താങ്ക് യു ഗഫൂർക്ക. അസ്മത്ത. ഷഹിനെ, ഒരു യുദ്ധം കഴിഞ്ഞു അല്ലേ മാപ്പിളപ്പാട്ടിന്റെ? ശരിക്കും തളർന്നില്ലേ? ക്ഷീണിച്ചുപോയി അല്ലേ? നല്ലൊരു അടിപൊളി പാട്ടാ പാടിയത് മോള്. നമ്മളൊക്കെ ഒരു കൂട്ടാണല്ലേ ഹൈറ്റ് കൊണ്ട്? വീട്ടിലെല്ലാവരും ഇങ്ങനെ തന്നെ. നിന്റെ അത്ര ഉണ്ടാവില്ല. നീ എത്ര 7'2"? കുറച്ചുകൂടി പോയോ? ഞാന് എന്താ ചോദിച്ചേ? 7'2" ഇല്ല, ഫിറോസ് ഖാനേക്കാൾ ഒരു 1/2 ഇഞ്ച് കുറവ്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും നന്നായിട്ട് പാടി മോളു. നല്ല ഡ്രസ്സ്, നന്നായിട്ട് പാടി. കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, ഓർക്കസ്ട്രയും സപ്പോർട്ട് ചെയ്തു. എന്തായാലും നല്ല നല്ല പാട്ടുകളായിട്ട് അടുത്ത റൗണ്ടിൽ വരണം. ഓൾ ദി ബെസ്റ്റ്. ഷഹനിത്ത, നല്ല കമന്റ്സ് ആണ് ജഡ്ജസ് പറഞ്ഞത്. നന്നായിട്ട് പാടാൻ പറ്റി അല്ലേ? അപ്പോ നമുക്ക് മാർക്സ് ചോദിക്കാം. അസ്മത്ത. മോൾക്ക് 28 മാർക്ക്. താങ്ക് യു അസ്മത്ത. ഫിറോസുക്ക. ഷഹനിക്ക് 38.5. താങ്ക് യു ഫിറോസ്ക. ഗഫൂർക്ക. മോൾക്ക് 28.5. താങ്ക് യു ഗഫൂർക്ക. താങ്ക് യു ജഡ്ജസ്. ഷഹനിത്ത 95.5 ഔട്ട് ഓഫ് 100. കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്കായിരുന്നു? 96. കുഴപ്പമില്ല, എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യം സ്കോർ ചെയ്യാം. അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കുട്ടിക്കുപ്പായം സീസൺ 5 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മാരഡോണ പവർഡ് ബൈ ആധാർ ഗോൾഡിൽ നമുക്കെടുക്കാം ഒരു ഷോർട്ട് ബ്രേക്ക്.